റഹ്മാൻ, ഞാൻ ചോദിക്കുന്നത് താങ്കൾ കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഓരോരോ വായനയിൽ ഓരോരോ അർത്ഥതലങ്ങൾ തരുന്ന എം ഡിയുടെ കൃതികൾ താങ്കൾ മഞ്ഞിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചതുപോലെ കൂടുതൽ കൂടുതൽ പഠനവിധേയമാക്കേണ്ടതിന്റെ ആവശ്യകത താങ്കൾ കാണുന്നുണ്ടോ ശ്രീ ശ്രീ എം എ റഹ്മാൻ? ഞാൻ മഞ്ഞിനെ കുറിച്ചുള്ള എന്റെ എംഫിൽ പഠനമാണ്, അക്കാഡമിക്കലാണത്. അത് ആ കാലത്ത് അതൊരു ലേഖനമായിട്ട് പത്രങ്ങളിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാഹിത്യത്തിലെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വെച്ചിട്ടുള്ള ഒരു നോവലല്ല അത്. അതെന്തുകൊണ്ടാ വെച്ചാൽ എം ടിയുടെ ലോകം എന്ന് പറയുന്നത് ഒരു ലോക പൗരന്റെ ഒരു ബോധമാണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ലോക സാഹിത്യവുമായിട്ടുള്ള വലിയൊരു ബന്ധം കൊണ്ടാണ് മനുഷ്യ ചിന്തകളെയും മനുഷ്യ സ്വഭാവത്തെയും നിരീക്ഷിക്കുന്നത്. തന്റെ മുറ്റത്തുള്ള കഥാപാത്രത്തെ അദ്ദേഹത്തിന് നേരിട്ടറിയാം. പക്ഷേ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിന് ലാറ്റിൻ അമേരിക്കയിലെയും റഷ്യയിലെയും ഇറാനിലെയും മനുഷ്യരെ അറിയാം. അങ്ങനെ വരുന്ന ഒരു തിയറിയെ ആസ്പദമാക്കി മാത്രം എഴുതുന്ന ആധുനികതയുടെ കാലത്തൊക്കെ വന്ന് വലിയ ബഹളം വെച്ച വലിയ പുസ്തകങ്ങളുണ്ട്. പക്ഷെ അതിനെല്ലാം അതീതമാണ് കുട്ടിയേട്ടത്തിയുടെ കഥ. ഞാൻ പറയുന്നത്, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, BA ഇംഗ്ലീഷ് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ പുസ്തകശാലകളിൽ നിന്ന് കിട്ടുന്ന സാർത്തറും കാമും ഒക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട്. അതേ സമയത്ത് എം ടിയുടെ കുട്ടിയേട്ടത്തിയും വായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യം, എൻ്റെ വീട്ടുമുറ്റത്തോ അയൽവക്കത്തോ ഉള്ള ഒരു കുട്ടിയേട്ടത്തിയാണ് അത് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ രോഗം എന്നുള്ളത് ഒരു കഥാപാത്രത്തിന് വരുമ്പോൾ ആ രോഗത്തെ, ആ കഥാപാത്രത്തെ ചെറുതാക്കുമോ വലുതാക്കുമോ മഹത്തരമുള്ളതാക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന എഴുത്തുകാരുണ്ട്. അപ്പോൾ വളരെ ഉദാത്തമായി കഥാപാത്രങ്ങളെ വലിയ ആളാക്കി അവതരിപ്പിക്കുന്ന സാഹിത്യം നമ്മളെ പല കാലഘട്ടങ്ങളിലും കണ്ടിരുന്നു. എന്നാൽ കുട്ടിയേട്ടത്തിയും ഭ്രാന്തൻ വേലായുധനും ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ അയൽപക്കത്തുള്ള മനുഷ്യരാണെന്നുള്ള ഒരു ബോധം ഉണ്ടാക്കുന്നു. അതിൽ തന്നെയാണ് വിമലയും. പക്ഷെ വിമലയുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് നൈനിത്താളാണ്. അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്, ബുദ്ധു എന്നുള്ള കഥാപാത്രം. ഒരുപക്ഷെ മലയാളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി കഥാപാത്രം ബുദ്ധു ആയിരിക്കും. പിന്നീടാണ് നമ്മുടെ വിജയന്റെ ഒരു അതായത് ബുദ്ധിപരമായി ഭിന്നശേഷിയായ ഒരു കഥാപാത്രം വിജയന്റെ നോവലിലുണ്ട്. പക്ഷെ അതിനു മുമ്പാണ് എം ടിയുടെ ഈ കഥാപാത്രം വരുന്നത്. ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു വന്നത്, തൻ്റെ നാട്ടു മനുഷ്യരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടു മനുഷ്യരിൽ നിന്ന് തന്നെ ഒരു കഥാപാത്രത്തെ അദ്ദേഹം അടർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സാഹിത്യ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ പലപ്പോഴും അതിന് അപകടകരമായി നിൽക്കും. കാരണം ഇപ്പം സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ള ഒരു തിയറി എടുത്തുകൊണ്ട് മഞ്ഞ് ഞാൻ പഠിച്ച ആളാണ്. അപ്പോഴെല്ലാം നമുക്ക് കാണുന്ന ഒരു കാര്യം, എം ടി ഒരിക്കലും അത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് എന്ന സിദ്ധാന്തം പഠിച്ച ആളേ അല്ല. അദ്ദേഹത്തിന്റെ കഥാപാത്രം വരുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്, ആരൂഢത്തിൽ നിന്ന് വരുന്ന ഒരു കഥാപാത്രമാണ്. അപ്പോ വിമല മരണത്തെ ഉപാസിക്കുന്ന ഒരു കക്ഷിയെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അയാളെ കാത്തു നിൽക്കുന്നു. അതിന്റെ വിജയവും പരാജയവും എല്ലാം നോവലിനകത്ത് വരുമ്പോൾ നമ്മൾ മുമ്പിൽ കാണുന്നത് നമ്മുടെ അയൽപക്കത്തുള്ള ഒരു കഥാപാത്രം ഇതാ, അത് ജയിക്കുമോ തോൽക്കുമോ എന്നുള്ള വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരവസ്ഥ. അല്ലെങ്കിൽ അതിലെ വിമല എന്ന് പറഞ്ഞ സ്ത്രീ ഒരു ഫ്രീ വില്ലായിട്ട് തനിക്ക് പറ്റിയ തൻ്റെതായ ഒരു സിദ്ധാന്തം അവരുണ്ടാക്കുകയാണ്. അത് സിദ്ധാന്തം എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫ്രീ വില്ലായിട്ട് അവള് ഒരു പ്രത്യേക രീതിയിൽ ജീവിക്കുന്നു, കാത്തുകൊണ്ട് ജീവിക്കുന്നത് അവരുടെ അസ്തിത്വമായി മാറുന്നു. അതിന് ഏതെങ്കിലും തിയറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തിയറിയും ഇല്ല. ഇത് എനിക്ക് തോന്നുന്നത് ഈ ലോക പൗരന് കിട്ടിയ ലോകാവബോധത്തിൽ നിന്ന് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതെനി എം എ റഹ്മാൻ, അങ്ങനെ മലയാളത്തിന്റെ വാതായനങ്ങൾ ലോക സാഹിത്യത്തിലേക്ക് തുറക്കുന്നതിന് മുൻപ് തന്നെ എം ഡി തുറന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഗുന്ദർഗ്രാസിനെയും ടോണി മോറിസിനെയും ഒക്കെ കാണാനുള്ള ശ്രമങ്ങൾ എം ഡി തുടങ്ങിക്കഴിഞ്ഞു. അവിടെ പോകുമ്പോഴേക്കും അവരെ കാണാതെ തിരിച്ചു വരേണ്ടി വരും നിരാശയെപ്പറ്റി എം ഡി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഈ പറയുന്ന ലോകത്തെ നവംനവങ്ങളായ പുതിയ ട്രെൻഡ് അപ്പോൾ തന്നെ എം ഡി അപ്ഡേറ്റഡ് ആണ്. അങ്ങനെ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന എം ഡി, എന്നാൽ അദ്ദേഹത്തിന്റെ രചനകളിൽ അതിന്റെ നേരിയതിൽ സ്വാധീനം പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതിയല്ലേ ശ്രീ എം എ റഹ്മാൻ? അത് അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം അത് അദ്ദേഹത്തിന്റെ മൗലികതയാണ്. കാരണം ഈ ഫ്യൂഡൽ സെറ്റപ്പിന്റെ ഒരു തകർച്ച ഉണ്ടാക്കിയ പരിതാപകരമായ ഒരു അവസ്ഥ നായർ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. അത് ഒരുപക്ഷെ നമ്മള് അതിനെപ്പറ്റിയുള്ള സിദ്ധാന്തപരമായ പുസ്തകം വായിച്ചതിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് നാലുകെട്ട് എന്നുള്ള നോവലിൽ നിന്നാണ്. അത് അനുഭവപരമായി നമുക്ക് കിട്ടി. ഇപ്പൊ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഈ നാലുകെട്ടിലെ ഒരു അമ്മാവനെ
കോഴിക്കറിയിൽ വിഷം കൊടുത്ത് കൊല്ലുന്ന ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തർജ്ജമക്ക് അവതാരിക എഴുതിയപ്പോ MT എഴുതിയതാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ പഴയ ഫ്യൂഡൽ താന്തോന്നിത്വത്തിന്റെ ഭാഗമായിട്ട് നടന്നിരിക്കാമെന്നുള്ളതിന്റെ സൂചനകൾ വളരെ എംപരിക്കലായിട്ട് അനുഭവപരമായിട്ട് നമുക്ക് നാലുകെട്ടിൽ നിന്ന് കിട്ടുന്നു. അതിൽ നിന്ന് ആ ജീർണതകൾക്ക് എതിരെ നിൽക്കുന്ന ഒരു ബോധം അപ്പോൾ തന്നെ ഒരു പ്രതിരോധം എന്ന നിലയ്ക്ക് MT ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എനിക്ക് ചെറിയ വീട് മതി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ കേരളം ഉണ്ടാക്കുന്നു. അപ്പോഴത്തേക്ക് നവോത്ഥാനം വരുന്നു, നമ്മളെല്ലാം വേറൊരു ലോകത്തിലേക്ക് വരുന്നു. അതിന്റെ തുടർച്ച തന്നെയാണ് MTയുടെ കാണുന്ന ഈ പുതിയ ലോകവും. പുതിയ ലോകം എന്ന് പറഞ്ഞ ഈ അടുത്ത കാലത്ത് അദ്ദേഹം ശിലാലിഖിതം എന്ന് പറയുന്ന ഒരു കഥ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് നാലുകെട്ട് തന്നെയാണ്. ശിലാലിഖിതത്തിലെ കഥ എന്താ? ഈ മാനവീയത നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യര്, കേരളത്തിന്റെ ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ ഈ നായർ കമ്മ്യൂണിറ്റിയുടെ പതനം എന്ന് പറയുന്നത് തീർച്ചയായും ആ ഒരു പതനത്തെ ആവിഷ്കരിക്കാൻ മാനവീയത നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരമ്മാവനെയോ അച്ഛനെയോ അതിനകത്ത് കൊണ്ടുവരുന്നു. അവിടെ ഒരു ദളിതയായ പെൺകുട്ടി അവിടെ വീണ് കിടക്കുന്നു. അതിനെ നോക്കാതെ ഈ അച്ഛൻ വന്ന് വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ തൻ്റെ മകൾ ആ കുട്ടിക്ക് വെള്ളം കൊടുത്തതായി പറയുന്നു. അപ്പോൾ ഗവേഷണം എന്ന് പറയുന്നത് വളരെ യാന്ത്രികമായ പ്രവൃത്തിയും മാനുഷികതയില്ലാത്ത പ്രവൃത്തിയുമായി മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷനാണ് ആ ശിലാലിഖിതത്തിൽ വരുന്നത്. ഇതൊക്കെ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ആരൂഢം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആരൂഢത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുമരനെല്ലൂരിലെ കുളങ്ങൾ പോലുള്ള ഒരു സിനിമ വരുമ്പോൾ അതെന്ത് സ്വന്തം മുറ്റത്ത് തന്റെ ജീവിതത്തെ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി ആ മണലെടുത്തതിന് ശേഷമുള്ള പുഴ വരുന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വരുന്നു, അല്ലെങ്കിൽ പുഴ ആറിപ്പോകുന്നു. അങ്ങനെയുള്ള ഒരു ദുരിത സമാനമായ അവസ്ഥകളെ അതിജീവിച്ച ഒരാളുടെ വളരെ പീഡനകരമായ എഴുത്താണ് ഈ ഏകാന്തതയെ സ്നേഹിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ മുഴുവൻ വരുന്നത്. ഉദാഹരണത്തിന് MTയുടെ ഈ കുമരനെല്ലൂരിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ, കുമരനെല്ലൂർ എന്ന് പറഞ്ഞാൽ എത്രയോ കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് അദ്ദേഹത്തെ ചേർത്തത് ചെറിയ പ്രായത്തിൽ. അവിടെ വാടക വീട്ടിൽ ബന്ധുക്കളോടൊപ്പം താമസിക്കുന്നു. അച്ഛൻ കുളമ്പിലാണ്. ആ ഏകാന്തതയായിരുന്നു ആ കുട്ടിയുടെ അവിടുത്തെ ജീവിതം. അത് നികത്തിയതാകട്ടെ ഈ കുളങ്ങളാണ്. അതുകൊണ്ട് കുളങ്ങൾ ഇല്ലാതാകുമ്പോൾ, നദി ഇല്ലാതാകുമ്പോൾ തൻ്റെ അസ്തിത്വമാണ് ഇല്ലാതാകുന്നതെന്ന് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മനസ്സിലാക്കിയ ആളാണ്. ആ ആളാണ്, ആ എഴുത്തുകാരനാണ് ഇപ്പോൾ നമ്മളെല്ലാം അടുത്തു പോകുമ്പോൾ, ഞാനൊക്കെ വടക്കേ മലബാറിന്ന് വരുന്ന സാഹിത്യത്തിന്റെ അടിസ്ഥാനപരമായ സംഗതികൾ പോലും മനസ്സിലാവാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഈ ഏകാന്തതയിൽ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കൽ പോലും നീ വരരുതെന്നോ ഇവിടെ വരരുതെന്നോ ഒന്നും ഒരിക്കലും പറയില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് തിരിച്ചറിയുന്ന ഒരു ബോധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മിണ്ടിയില്ലെങ്കിലും ഒരു 10 മിനിറ്റെങ്കിലും നമ്മളായിട്ട് നിന്നിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോരും. അങ്ങനെ എത്രയോ കാര്യങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന ഒരു എഴുത്തുകാരൻ, നമ്മുടെ പുതിയ എഴുത്തുകാരായ ആളായാലും ചെറുപ്പക്കാരായാലും വൃദ്ധന്മാരായാലും ആരെയും സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ ബഹുസ്വരമായ ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെത്. അത് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ കാണാം. ഇപ്പൊ നാലുകെട്ട് എഴുതി കഴിഞ്ഞ് ഓളവന്തീരവും പോലുള്ള ഒരു സിനിമ വരുമ്പോൾ നമ്മൾ കാണുന്നത് മുസ്ലിം ലൈഫാണ്. അപ്പൊ നോക്കുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കുടുംബകഥ മാത്രമല്ല, ചുറ്റുമുള്ള വേറെ സമൂഹങ്ങളുടെ കഥയുമുണ്ട്. പിന്നെ ഏത് കഥ എടുത്തു നോക്കിയാലും അദ്ദേഹം കേരളീയ മധ്യവർത്തി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളും അദ്ദേഹം ചിത്രീകരിച്ചു എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടിയ മലയാളത്തിലെ വലിയൊരു അത്ഭുതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല ശ്രീ എം റഹ്മാൻ, ഏറ്റവും കൂടുതൽ ഷെർലക്ക് എന്ന് പറയുന്ന കഥയ്ക്കകത്ത് ഒരുപക്ഷെ പ്രമേയ പരിസരം ഈ പറയുന്ന ഏകാന്തതയൊക്കെ തന്നെയാണെങ്കിൽ കൂടിയും MTയുടെ സ്ഥിരം എഴുത്ത് ശൈലിയിൽ നിന്ന് വേറെ ഒന്നായിരുന്നു. അത് വേറൊരു പൊട്ടിത്തെറി പോലെ തോന്നിയ കഥ. അപ്പൊ MTക്ക് വഴങ്ങാത്ത യഥാർത്ഥത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ശ്രീ എം റഹ്മാൻ, അല്ലേ? അതൊക്കെ ശരിയായിരിക്കും. അത് എഴുത്തുകാരൻ പരീക്ഷണവും നടത്തുമല്ലോ. അതിനൊക്കെ അദ്ദേഹം പല രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ സിനിമയിലായാലും എല്ലാറ്റിലും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു എഴുത്തുകാരന്റെ അടിസ്ഥാനപരമായ സംഗതി എന്താണെന്നുള്ളതാണ് പറഞ്ഞത്. ഒരു ലോക പൗരന്റെ ബോധം എങ്ങനെ നമ്മളെ ബഹുസ്വര സമൂഹത്തിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് MTയുടെ സാഹിത്യത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ബഷീറൊക്കെ തമാശ കൊണ്ട് നമ്മളെ പവിത്രവൽക്കരിക്കും. പക്ഷേ MTക്ക് തമാശ എന്ന് പറയുന്നത് ഇല്ല. പക്ഷേ നമ്മുടെ ഏറ്റവും മാനുഷികമായ അക്ഷരങ്ങളിൽ മാനുഷികമായ ഒരു ബോധം നമ്മളിലേക്ക് അത് വളർത്തും. അത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ വന്ന ശിലാലിഖിതത്തിൽ ആ മാനുഷികതയുടെ ഒരു പ്രകാശം നമുക്ക് കാണാം. അപ്പൊ ഇത്തരത്തിൽ മാനുഷികത എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു മനസ്സുമായിട്ട് എല്ലാ പ്രമേയത്തെയും സമീപിക്കുന്ന ഒരു രീതി അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു. അതിന് ഉപോത്ബലമായി അദ്ദേഹം ചെയ്തത് ലോക സാഹിത്യത്തെ മുഴുവൻ കാണുമ്പോൾ, നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ, ശ്രീ ബിജു പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് ഒരു
അടിസ്ഥാനപരമായി എല്ലാ മനുഷ്യന്റെയും വികാരങ്ങൾക്ക് ഒരേ സ്വഭാവമാണെന്ന് പറയുന്ന ഒരു ബോധം ഉണ്ടായിരുന്നു. അത് ഈ വായനയിൽ കൂടി വന്നതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞാനൊക്കെ പുറത്ത് പോയ സമയത്ത് അദ്ദേഹം അവിടെ നിന്ന് കിട്ടാവുന്ന പുസ്തകങ്ങൾ ഏതാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അത് ഞാൻ പലപ്പോഴും അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ലോകത്തിന്റെ ഗതി എന്താണ്, അതിനെ എങ്ങനെ ഞാൻ മനസ്സിലാക്കണം, ഞാൻ എങ്ങനെയാണ് എൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ബോധം MTയുടെ അടിസ്ഥാനപരമായ ബോധം തന്നെയാണ്.